പടം നന്നായിട്ടുണ്ട്. കോക്കിൻ്റെ അടുത്ത് ഉണ്ണിയുടെ അടുത്തൊക്കെ പറഞ്ഞേക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് നശിപ്പിക്കുക. 2024 അവസാനത്തെ സൂപ്പർ ഹിറ്റ് ഈ സിനിമ ആയിരിക്കും. മിക്കവാറും പറ്റിയൊരു പടമാണ്. മലയാളത്തിൽ ഇങ്ങനൊരു പടം വന്നിട്ടില്ല. ആ ഒരു റേഞ്ചിൽ എടുത്തിരിക്കുന്നത് പറയാൻ പറ്റൂല. പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. അങ്ങനെ MC ജിനിൻ സംവിധാനം ചെയ്ത നമ്മുടെ നസ്രിയയും ബേസിലും പ്രധാന വേഷത്തിൽ വരുന്ന സൂക്ഷ്മദർശിനി ഇന്ന് റിലീസാണ്. സിനിമയോടൊന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. കൂടാതെ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ സിനിമ വിലയേറെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റ് ചെയ്യുക. നല്ല മൂവി, അടിപൊളി. ബേസിൽ സൂപ്പർ അല്ലേ, അടിപൊളിയല്ലേ. നസ്രിയ ബേസിൽ പിന്നെ ഈ പ്രൊഡക്ഷൻ ടീം ഇവർ നോക്കുമ്പോഴത്തേക്ക് ഒരു മിനിമം ഗ്യാരണ്ടി നമുക്കുണ്ട്. അതിൻ്റെ 4 ഇരട്ടി തരുന്ന ഫീലാണ് നമുക്ക് പടം കണ്ടിറങ്ങിയപ്പോൾ കിട്ടിയത്. ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ വേറെ ലെവൽ. നസ്രിയയുടെ 1 man ഷോ അമ്മാതിരി ലെവലിൽ അവിടെ എടുക്കണം. ഒരു സീൻ പോലും ബോറിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല. ഫസ്റ്റ് ഹാഫിനേക്കാൾ 2 ഇരട്ടിയോ 100 ഇരട്ടി മികച്ചാണ് സെക്കൻഡ് ഹാഫ്. ക്ലൈമാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും കാണാൻ തോന്നും. ആ ഒരു ലെവലിൽ അവിടെ എടുത്തിരിക്കണം. ഒരു രക്ഷയില്ല. ഉറപ്പായിട്ടും തിയേറ്റർ വാച്ചിന് പറ്റിയ പടമാണ്. ഉറപ്പായിട്ട് ഇത് ആൾക്കാർ കൺഫേമാണ്. നസ്രിയുടെയും ബേസിലിൻ്റെയും ആ ഒരു ഗ്യാരണ്ടി നമുക്കുണ്ട്. അതിൻ്റെ 4 ഇരട്ടി പടത്തിലുണ്ട്. ഒരു സീനിനും ബോറിങ്ങോ കാര്യങ്ങളൊന്നുമില്ല. കോമഡി ഫാമിലിക്ക് എല്ലാവർക്കും അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പടമാണ്. മലയാളത്തിൽ ഇങ്ങനൊരു പടം വന്നിട്ടില്ല. ആ ഒരു റേഞ്ചിൽ എടുത്തിരിക്കുന്നത്. കൊള്ളാം, സൂപ്പർ പടം. മേക്കിംഗ് സൂപ്പർ സ്റ്റോറി, സൂപ്പർ തന്നെ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ ജാനറാണ് ഇഷ്ടം. അതുകൊണ്ട് സൂപ്പറായിട്ടുണ്ട്. സൂപ്പറായിരുന്നു. എല്ലാം കൊള്ളാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കൊള്ളാം. പടം കൊള്ളായിരുന്നു നല്ലതായിട്ട്. പടം കൊള്ളാം. നമ്മളൊരു ത്രില്ലടിപ്പിച്ച് ഇരുത്തി കാണാൻ പറ്റിയ ഒരു സീനാണ്. നന്നായിട്ട് ഫാമിലിക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയായിരുന്നു. എടുത്തു പറയാന്ന് പറയുമ്പോൾ ബേസിൽ ജോസഫ്, പിന്നെ 4 വർഷത്തിന് ശേഷം നസ്രിയയുടെ ആക്ടിംഗ് ഒക്കെ കൊള്ളായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക ഒരു പറയാൻ പറ്റൂല. സൂക്ഷ്മദർശിനി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ബ്രില്യൻ്റായിട്ട് എടുത്തിട്ടുണ്ട്. ആ സിനിമയുടെ തിരക്കഥയാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ഇത്. അത്രയ്ക്ക് ഒരു പഴുതില്ലാത്ത തിരക്കഥ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ സിനിമയിലെ തിരക്കഥ. പിന്നെ ആ ട്വിസ്റ്റ്, അത് നമ്മൾ ഒരിക്കലും തിയേറ്റർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പോലും അതായിരിക്കും ആ ഒരു അവസാനം എൻഡിങ്ങിലെ ആ ട്വിസ്റ്റ് എന്ന് ആരും ചിന്തിക്കില്ല. അമ്മാതിരി ആ കഥ ഇങ്ങനെ അടുത്തെന്ന് ഇങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് ടു എൻഡ് അത്ര ഇതായിട്ട് ബ്രില്യൻ്റായിട്ട് ആ സിനിമ തിരക്കഥ ചെയ്തിട്ടുണ്ട്. അത്ര നന്നായിട്ട് ഡയറക്റ്റും ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരൻ്റെ ഫുൾ ഫോം എന്താണെന്ന് എനിക്കറിയില്ല. ഒരു 2 അക്ഷരമല്ലേ ഉള്ളൂ. അത് ആരാണ് ആരെടുത്താലും പുള്ളിയെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. തിരക്കഥ എഴുതി ആരായാലും എനിക്കൊന്നും ഈ വർഷത്തെ 2024 ഏറ്റവും നല്ല തിരക്കഥ ഈ സിനിമയിലെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. 2024 ഏറ്റവും മികച്ച ത്രില്ലറും ഈ ഫിലിമായിരിക്കും. എന്ന് പറയുമ്പോൾ പേടിച്ച് വിറച്ചിരിക്കുന്ന ത്രില്ലറല്ല. നമുക്ക് ആർക്ക് ഈ കുഞ്ഞു കുട്ടികളോട്ട് പ്രായമായവർ വരെ എൻഗേജഡായിട്ട്, എന്നാൽ ഒരു സമയം പോലെ ലാഗായിട്ടോ നമുക്കൊരു ബോറിംഗ് ആയിട്ടോ ഒന്നും തോന്നാത്ത അത്ര മികച്ച ഒരു ഫിലിമാണെന്ന് പറയാം. അവർ അത് സിനിമ പറഞ്ഞാൽ അത് കലങ്ങി. അതുകൊണ്ട് ഒരു രക്ഷയില്ല. 2 പേരും തമ്മിലുള്ളൊരു മത്സരം പോലെയാണ് ഫിലിം. ഇവരുടെ ജോഡിയല്ല, നസ്രിയയുടെ ഹസ്ബൻഡായിട്ട് ദീപക്കാണ് അഭിനയിച്ചത്. പുള്ളിയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വേറെ കുറേ താരങ്ങളുണ്ട്. പിന്നെ നമ്മളെ അഖില ഭാർഗവന്, പ്രേമലുലാകുട്ടി, അങ്ങനെ കുറേ പേരുണ്ട്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഒരു എന്താ പറയുക, 2024 അവസാനത്തെ സൂപ്പർ ഹിറ്റ് ഈ സിനിമ ആയിരിക്കും. മിക്കവാറും ഇത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവാനാണ് സാധ്യത. നല്ല ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ആൾ സാധാരണ കോമഡി നമ്മൾ അങ്ങനെയാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ്. പടം നന്നായിട്ടുണ്ട്. കോക്കിൻ്റെ അടുത്ത് ഉണ്ണിയുടെ അടുത്തൊക്കെ പറഞ്ഞേക്ക് കൊള്ളത്തില്ലെന്ന് പറഞ്ഞിട്ട് റിവ്യൂ ചെയ്ത് നശിപ്പിക്കുക. മലയാള സിനിമയെ നശിപ്പിക്കുക. ഇത് ഹിറ്റാവേണ്ട ഫിലിമാണ്. കൊള്ളാം, കുഴപ്പമില്ല. കൊള്ളാം, കുഴപ്പമില്ല. സോ